നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ മകന്റെ കുഞ്ഞിനെ വയറ്റി പോറ്റി വളർത്തുന്ന എന്റെ ശാലിനി എനിക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല. ഇവിടെ നിന്നെ ഒരു നിമിഷത്തേക്കെങ്കിലും അവിശ്വസിച്ച ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ. സത്യഭാമയുടെ മരുമകള് കുടുംബം നോക്കാതെ നടക്കുകയാണെന്ന് പറഞ്ഞ് ഇവരുടെയൊക്കെ നാവ് എന്നേക്കുമായി അടയ്ക്കാൻ എന്റെ മോൾ ഒരു വാക്ക് പറയണം. ഇവൾ ഈ പെരിങ്കള്ളി പറഞ്ഞതെല്ലാം നുണയാണെന്ന്. ആ വാക്ക് നിന്റെ നാവിന്ന് വീഴേണ്ട താമസം. ഇവളെ അടിച്ചു മടക്കി ഒരു പൂച്ച കുഞ്ഞിനെ പോലെ ഈ ഗേറ്റിന് വെളിയിലേക്ക് വലിച്ചെറിയും ഞാൻ. അയ്യോ, അവള് പറയും. ഒരു നുണ പറയാൻ എന്താ ഇത്ര പാട്? എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലേലും ദിവസം ഒരു നുണയെങ്കിലും പറയാതെ ഉറക്കം വരില്ല. പറയും മോളെ, പറ. മോളെ സത്യം ചെയ്യ്. സത്യം മോളെ, മോളെ സത്യം ചെയ്യ്. വിഷ്ണുവിനും നിനക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ മീതെ നീ സത്യം ചെയ്യും. കുഞ്ഞ് ഒലക്ക, അവള് സത്യം ചെയ്യും. അതോടെ എന്റെ കാര്യം കട്ടപ്പുക. ഇവളെ പെടുത്താൻ നോക്കിയിട്ട് ഞാൻ വന്ന് പെട്ടല്ലോ ദൈവമേ. എനിക്കിതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ജനിക്കാത്ത കുഞ്ഞിനെ മീതിയാണോ സത്യം ചെയ്യിപ്പിക്കുന്നത്? സത്യം എന്നത് ഈശ്വരനെ രാഘവേട്ട. നിരപരാധികൾക്കും നിരാലംബർക്കും കുഞ്ഞുങ്ങൾക്കും ഉപദ്രവമില്ലത്. ഇവള് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് നീ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ മീതെ സത്യം ചെയ്യുമോളെ. സത്യം ചെയ്യുമോളെ. എനിക്കങ്ങനെ സത്യം ചെയ്യാനാവില്ല സത്യമ്മ. സത്യം ചെയ്യാൻ എന്റെ വയറ്റില് കുഞ്ഞില്ല. ഈ തള്ളക്കെന്താ വട്ടായോ? അപ്പോ പിടിയായത് സത്യഭാമയാണല്ലേ? സത്യമ എന്നോട് പൊറുക്ക്.
എന്നോട് പൊറുക്ക് സത്യാമ്മ. പൊറുക്കണല്ലേ? പൊറുക്കണം. സത്യമേ, ശ്യാമ ദീപകിനെ കാണാൻ പോയതാ പ്രശ്നമെങ്കിൽ അവൾക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. ആ ബന്ധം എനിക്ക് മുന്നിൽ വെച്ച് തന്നെയാ അവര് സംസാരിച്ച് തീർത്തത്. ഇപ്പൊ ശ്യാമയ്ക്ക് പ്രാണനെ പോലെ ഇഷ്ടമാ എന്നോട്. ഞങ്ങള് എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നെന്ന് സത്യമ കാണുന്നില്ലേ? എല്ലാത്തിനും കാരണക്കാരി ഞാനാ. ശിക്ഷിക്കേണ്ടത് തന്നെയാ. ഞാൻ കാരണല്ലേ കുഞ്ഞേച്ചിക്ക് കള്ളം പറയേണ്ടി വന്നത്. കുഞ്ഞേച്ചിയോട് പൊറുക്കണേ സത്യമേ. അമ്മ, കള്ളം പറഞ്ഞ ശാലിനിയല്ല, ഞാനല്ലേ പറഞ്ഞ ശാലിനി ഗർഭിണിയാണെന്ന്. ശാലിനിയുടെ മെഡിക്കൽ റിപ്പോർട്ട് സംഘടിപ്പിച്ചുകൊണ്ടെന്ന് ഞാനല്ലേ. സത്യമേ, തൽക്കാലത്തെ ഒരു രക്ഷയ്ക്ക് വേണ്ടി വിഷ്ണു ഒരു കള്ളം പറഞ്ഞതാ. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ലല്ലോ. രോഹിത്തും ശ്യാമയും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. അമ്മേ, അമ്മയുടെ ആരോഗ്യത്തെ പ്രതിയാ പിന്നെ വിഷ്ണുവേട്ടൻ പറഞ്ഞ കള്ളം തിരുത്തി പറയാൻ ആർക്കും ധൈര്യമില്ലാതിരുന്നത്. ക്ഷമിക്കണം അമ്മേ. രാഘവേട്ട, ഭാവൻ കുട്ടികളല്ലേ, അവർക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി. നീ ഒന്ന് ക്ഷമിച്ചുകളാം. മാറടാ ഭാവൻ. ശാരദാമേ, സത്യമേ, നിങ്ങൾ നിങ്ങളുടെ രണ്ട് മക്കളെയും കൂട്ടി ഇവിടുന്ന് ഇറങ്ങിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.